നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയമാണ്. ശനിയെ പേടിക്കണോ? ശനിയുടെ ദോഷഫലങ്ങളെ എല്ലാവരും ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്. ശനിയുടെ ദോഷങ്ങളെ ആരൊക്കെ പേടിക്കണം, ശനിയെ പേടിക്കണോ എന്നുള്ള കാര്യമാണ് അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ്. ഒരുപാട് പേർ സംശയം ചോദിക്കാറുണ്ട്. പല നക്ഷത്ര ഫലത്തിലും കണ്ടകശനി ഉള്ളവർക്ക് ഗുണഫലങ്ങളെയൊക്കെ പറയുമ്പം കമൻ്റായിട്ട് ശനി കണ്ടകശനിയാണ്, ഏഴര ശനിയാണ്, അതൊക്കെ പേടിക്കണ്ടായോ, ദോഷ സമയമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മാത്രം ഒരു ദോഷമല്ല, മറ്റെല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് നമ്മളുടെ ചാരവശാലുള്ള ഫലങ്ങളും ചേർത്ത് വേണം ഓരോ നക്ഷത്രക്കാർക്കും ഗുണദോഷ ഫലങ്ങളെ ചിന്തിക്കാൻ. ശനിയെ പേടിക്കണമോ എന്നുള്ള ഗഹനമായിട്ടുള്ളൊരു വിഷയം നമുക്ക് ലളിതമായിട്ട് ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുറന്നു നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ശനിയെ ഭയക്കണ്ട, അല്പം ജാഗ്രത മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവാം. മനുഷ്യനെ മാത്രമല്ല, ഈശ്വരനെ പോലും ശനി ബാധിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള കഥകൾ അപ്രകാരമുണ്ട്. ശിവഭഗവാനെ സംബന്ധിച്ച നിരവധി കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനായാലും ദൈവമായാലും ശനിദോഷങ്ങൾ ഉണ്ടാകും. അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനെ തടയുക എന്നുള്ളത് അസാധ്യമാണ്. ജീവിതത്തിൽ ഗുണവും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടും നാം അതെങ്ങനെ ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതുമാണ് ജീവിതത്തിലെ വിജയത്തിന്റെ അടിസ്ഥാനം. ഏഴര ശനി വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാക്ഷാൽ പരമശിവൻ ഒളിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു ഓവിനകത്ത് ഒളിച്ചിരുന്നതായിട്ടും രുദ്രാക്ഷത്തിനകത്ത് ഒരിക്കൽ ഒളിച്ചിരുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം ശനിദോഷത്തിന്റെ ഭാഗമാണ്. ശനിദോഷം അങ്ങനെ ശിവഭഗവാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒരു ക്ഷേത്രത്തിലെ ഓവിനകത്ത് ഒളിച്ചിരുന്ന ഭഗവാനെ ക്ഷേത്രശാന്തി വെള്ളം പോകാതെയായപ്പോൾ കമ്പിട്ട് കുത്തിയ ഒരു കഥ ഉണ്ട്. അതേപോലെ തന്നെ രുദ്രാക്ഷത്തിനകത്ത് കയറി ഒളിച്ചിരുന്ന് പുറത്തു വന്നതിന് ശേഷം ശനി ഭഗവാനോടും ജ്യോതിഷത്തിന്റെ ആധികാരിക ദേവതയായിട്ടുള്ള സാക്ഷാൽ ശ്രീമുരുകനോടും ശനി എന്നെ ബാധിച്ചില്ല, ഏഴര ശനിയിൽ നിന്ന് ഞാൻ കരകയറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതാണ് ഏഴര ശനി. ശനിയെ പേടിച്ച് ഭയന്നുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ പ്രവർത്തനങ്ങളെല്ലാം മുടങ്ങി ആ ഓവിനകത്തും രുദ്രാക്ഷത്തിനകത്തും ഒക്കെ ഏഴര ശനിക്കാലം വസിക്കേണ്ടതായിട്ട് വന്ന അതാണ് സാക്ഷാൽ ശനിദോഷം എന്ന് ഭഗവാനോട് ശനി ഭഗവാനും ശ്രീമുരുകനും ഒക്കെ പറയുകയുണ്ടായി. ശനിദോഷം ഏത് തരത്തിലും നമ്മളെ ബാധിക്കാം. ഇതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ നേരിടുകയാണെങ്കിൽ നമുക്ക് ഈ ദോഷങ്ങൾ നമ്മുടെ അനുഭവത്തിലും ഓർമ്മയിലും ഉണ്ടാകില്ല. അതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ കാതലായിട്ടുള്ള പ്രതിപാദ്യ വിഷയം. കൈലാസത്തിൽ വാഴേണ്ട ഭഗവാൻ ശനിയെ പേടിച്ച് ഒളിച്ചു കഴിയേണ്ട അവസ്ഥ വന്നു. അതുതന്നെയാണ് ശനിദോഷം. ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹത്തിനും ഒരു ചുമതലയുണ്ട്. സൂര്യൻ കർമ്മകാരകനാണ്, ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്, ചൊവ്വ ആയുധബലത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ കാരകനാണ്, ശുക്രൻ കളത്രകാരകനാണ്, ബുധൻ വിദ്യാകാരകനാണ്, വ്യാഴം കീർത്തി നൽകുന്നതാണ്, രാഹുകേതുക്കൾ ഉയർച്ച താഴ്ചകൾ നൽകുന്ന ഗ്രഹമാണ്, നഷ്ടം ദുഃഖം എന്നിവയെല്ലാം ശനി നൽകുന്നതാണ്. അതുതന്നെയാണ് ശനിദോഷവും. നമ്മുടെ ദുഃഖവും നഷ്ടവും ഒക്കെ ശനിയാണ് നൽകേണ്ടത്. മനുഷ്യനായാലും ദൈവമായാലും ശനി ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏഴര ശനി, കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങൾ ഉള്ളപ്പോൾ പ്രവർത്തികൾ ചെയ്യാതെ മാറി നിൽക്കുകയല്ല വേണ്ടത്. കൂടുതൽ കരുത്തരായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഭഗവാൻ ശിവശങ്കരന്റെ കഥയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് നാം വീട് പണി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഴര ശനി, കണ്ടകശനി കാലത്ത് തുടങ്ങാവുന്നതാണ്. ഏത് കാര്യത്തിലും അലച്ചിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏഴര ശനിക്കാലത്തും കണ്ടകശനിക്കാലത്തും നേരിടേണ്ടതായിട്ട് വരും. പുതിയ സംരംഭങ്ങളൊക്കെ ധൈര്യപൂർവ്വം തുടങ്ങുന്ന ഒരാൾക്ക് ഏത് സംരംഭമാണെങ്കിലും ആ സമയത്ത് ചില പ്രതിബന്ധങ്ങളും ചില കൂടുതൽ അധ്വാനിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. ആ ശനിദോഷം അങ്ങനെ അത് ഒഴിഞ്ഞു മാറുന്നതിന് കാരണമാകും. ശനിദോഷ സമയത്ത് പ്രവർത്തിക്കാതെ
ചെയ്യാതിരുന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ തേടി വരും, ഉറപ്പാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ് ശനിദോഷ കാലത്ത് ചെയ്യേണ്ടത്. ഒപ്പം ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രജപവും ക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്യുന്നതിലൂടെ ദോഷങ്ങളെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. പഠനകാലത്താണ് ശനിദോഷം വരുന്നതെങ്കിൽ കൂടുതൽ അധ്വാനിക്കുക. ശനിയുടെ ദോഷമായിട്ടുള്ള അധ്വാനം, ശരീരക്ലേശം, മനക്ലേശം തുടങ്ങിയ ഫലങ്ങൾ അത്തരത്തിൽ അനുഭവിച്ച് നമുക്ക് തീർക്കാവുന്നതാണ്. മറിച്ച് ആ സമയത്ത് നമ്മൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ശനിയാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മളെ തേടിയെത്തിയേക്കാം. അതേപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർ കഠിനമായിട്ട് ജോലി ചെയ്യുക. അതിന്റെ ഫലം ആ സമയത്തല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കും. ശനി ദോഷ സമയത്തെ അങ്ങനെ പ്രയോജനപ്പെടുത്തുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നവരാണെങ്കിൽ ഏഴശനിയാണ്, കണ്ടകശനിയാണ്, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. കൂടുതൽ വർദ്ധിത വീര്യത്തോടെ ഈ സമയത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. 5 വർഷം കൊണ്ട് തീർക്കേണ്ട പ്രോജക്റ്റ് ആണെങ്കിൽ അത് 1 വർഷം കൊണ്ട് തീർക്കാൻ കഠിന പരിശ്രമം ചെയ്യുക. ശനിദോഷം അങ്ങനെ അങ്ങ് ഇല്ലാതാകും. നിങ്ങൾക്ക് നിങ്ങളുടെ 4 വർഷം ലാഭം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയാണ് നാം ശനിദോഷ സമയത്തെ നേരിടേണ്ടത്. കൂടെ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. പ്രീതിപ്പെടുത്തുന്നവരെയും വിളിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. ശനിദോഷം മാറാൻ സാക്ഷാൽ ശനി ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതോടൊപ്പം ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. നീരാഞ്ജനം, എള്ളുപായസം, ശനിദോഷ ശാന്തി പൂജ എന്നിവയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങളെ ഇല്ലാതാക്കും. ശനിയുടെ മന്ത്രങ്ങൾ ചൊല്ലുക, ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുക, അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങൾ ചൊല്ലുക. ഇതൊക്കെ ഉറപ്പായിട്ടും ശനിദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. ശനി ദോഷത്തെ ഭയക്കേണ്ട, ജാഗ്രത മാത്രം മതി എന്നുള്ള വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കുമാണ് 7ര ശനി കാലം ഉള്ളത്. അതേപോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനിയാണ്, ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനിയാണ്, ഇടവക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. കൂടാതെ കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമശനിയാണ്, തുലാക്കൂറുകാർക്ക് 5ാം രാശിയിലാണ് ശനി. ഈ പറഞ്ഞ ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ശനിദോഷത്തെ ഗുണപ്രദമായി മാറ്റിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.